പോലെ തന്നെ ഫാമി കറക്റ്റ് സമയത്ത് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ബുർജ് ഖലീഫയിൽ പോക്ക് നടന്നില്ല. അതിൻ്റെ ദേഷ്യമാണ് ഈ കാണുന്നത്. എന്നാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങി അവളെയും കൊണ്ട്. എന്നിട്ട് നേരെ അല്ലാതെക്ക് വെച്ച് പിടിച്ചു. മൊബൈലിൽ നിന്ന് ബസ്സിന് ഒരു യാത്ര. ബസ്സിലും മെട്രോയിലും ഒക്കെ ആയിട്ട് അങ്ങ് നല്ല ഉല്ലസിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. പുള്ളിക്കാരിക്ക് ബസ്സിലും മെട്രോയിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സന്തോഷം കാണാനും ഉണ്ട്. മെട്രോ കാർഡൊക്കെ യൂസ് ചെയ്ത് തനിയെ ഞാൻ ടാപ്പ് ചെയ്ത് കയറുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാശിയിലങ്ങ് കയറി. മിറർ കണ്ട പിന്നെ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മിററിൻ്റെ ആൾക്കാരാണ്. ആൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് മെട്രോ യാത്രയൊക്കെ. ഫൈനലി എത്തി. കുറച്ചേ നടക്കാവുള്ളൂ എന്നും പറഞ്ഞിട്ടൊരു 10-15 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. റൂംമേറ്റ്സൊക്കെ നല്ല രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലും ഭേദം എൻ്റെ മോളാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഇവളെയും കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ. എൻ്റെ മോളെക്കാളും കഷ്ടമാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ്. ഇതൊരു റോഡാണ്, ഇവിടെ സിഗ്നലുണ്ട്, സീബ്ര ലൈൻ ഉണ്ടെന്നൊന്നും നോക്കുന്നില്ല, ഓടുക രണ്ടും കൂടെ. ഫൈനലി ഞങ്ങൾ ഡൊമിനോസിലെത്തി. ഇന്ന് പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. പിസ്സ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൻ്റെ ഹാപ്പിനെസ് ഫേസിലുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനത്തെ ആനിവേഴ്സറി വെയിറ്റിങ്ങിലാണ്. ഫൈനലി ഞങ്ങളുടെ പിസ്സ കിട്ടി. ഇനിയിപ്പോൾ പിസ്സ കഴിക്കണം. സോ എല്ലാവരും ഓരോ ഫ്ലേവർ, ഏത് ഫ്ലേവർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഫാമി അതിലും വലിയ കൺഫ്യൂഷനിലാണ് ഏതിലാണ് ആദ്യം തുടങ്ങേണ്ടത്. ബുർജ് ഖലീഫയിൽ പോക്ക് ക്യാൻസൽ ആയെങ്കിലും നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്തു. അവളും ഹാപ്പിയായിരുന്നു, ഞാനും ഹാപ്പിയായി.